ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയിലും കരയിലും മൺകൂനയിലും അടിയിലില്ലെന്ന് സ്ഥിരീകരിച്ച് സൈന്യം. റോഡിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. എന്നാൽ ഇന്നലെ 90% മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ലോറി ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഗംഗാവലിയിലേക്ക് നദിയിലേക്ക് തിരിച്ചു പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം. അതോടൊപ്പം നദിക്കരയിൽ നിന്നും ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്താണ് പരിശോധിക്കുകയാണ് സംഘം. ഇന്ന് 7ാം ദിവസമാണ്. അർജുനുമായുള്ള തെരച്ചിൽ തുടരുന്നു. അർജുനെ ലോറി റോഡരികിൽ നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത്. നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട്. എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയാകുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കരയിൽ നടത്തിയ തിരച്ചിലിൽ റഡാർ സിഗ്നൽ ലഭിച്ചു. എന്നാൽ സിഗ്നൽ ലോറിയുടേതാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ല. സൈന്യം പ്രദേശത്തെ മണ്ണ് നീക്കി പരിശോധിക്കുകയാണ്. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗം സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനായി സ്കൂബ സംഘവും സ്ഥലത്തുണ്ട്. മലയാളി രക്ഷാപ്രവർത്തകർ തിരിച്ചു പോകണം. അരമണിക്കൂറിനകം മടങ്ങിയില്ലെങ്കിൽ ലാത്തി വീശുമെന്നും കർണാടക പോലീസ്. ഷിരൂർ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട കേരളത്തിൽ നിന്നുള്ളവരോട് ഉടൻ മടങ്ങിപ്പോകണമെന്ന് കർണാടക പോലീസ്. അരമണിക്കൂറിനകം മടങ്ങിയിട്ടില്ലെങ്കിൽ ലാത്തി വീശുമെന്നും ജില്ലാ പോലീസ് മേധാവി. സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവെന്നും പോലീസ് മേധാവി അറിയിച്ചു. റിജിത് ഇസ്രായേൽ നേതൃത്വം നൽകുന്ന മലയാളി രക്ഷാ സംഘത്തോട് മടങ്ങാൻ ആവശ്യപ്പെട്ടത്. രക്ഷാപ്രവർത്തക സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നുവെന്നും പ്രധാന പ്രശ്നം. എന്നാൽ ദൗത്യം പൂർത്തീകരിക്കുന്നതിലേക്ക് നീങ്ങുകയാണെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഷോ ആണ് ഇതിന് പിന്നിലെന്നും കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേലിനെ പിടിച്ചിറക്കി പോലീസ് തള്ളി മാറ്റിയെന്നും ആക്ഷേപമുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ വേണ്ടിയുള്ള തിരച്ചിലാണ് 7ാം ദിവസവും പുരോഗമിക്കുന്നത്. കരയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യമുള്ളതായി റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച ഡീപ് സെർച്ച് ഡിറ്റക്ടറിന്റെ സഹായത്തോടെ സൈന്യം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് 2ഇടത്ത് സിഗ്നൽ ലഭിച്ചത്. എന്നാൽ അത് അർജുനന്റെ ലോറിയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യുന്നതിനാൽ മണ്ണ് മാറ്റൽ കൂടുതൽ ശ്രമകരമായി തുടരുകയാണ്.